Hallelujah. Hallelujah. God is such an awesome God. ദൈവം അതിശയവാനായ ദൈവമാകുന്നു. And it's such a joy to bring God's word to you. ദൈവത്തിൻ്റെതായുള്ള വചനം നിങ്ങളുടെ മധ്യയെ കൊണ്ടുവരുവാൻ കഴിയുന്നത് അത് വലിയ ഒരു ബഹുമാനമാകുന്നു. It's an honor. അത് വലിയൊരു ആദരവാകുന്നു. And I'm just so blessed to stand before you to minister the presence of Jesus. I believe that Jesus is here. നിങ്ങളുടെ മുമ്പാകെ ശുശ്രൂഷിക്കുവാൻ നിൽക്കുവാൻ കഴിയുന്നത് എനിക്ക് വലിയൊരു സന്തോഷമാകുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Even as we heard before, നാം മുമ്പ് കേട്ടതുപോലെ there is nothing impossible with God. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. Like Pastor Jijo was saying, Nissaramana. There is, for the Lord, everything is just, it's insignificant. For God to do something. പാസ്റ്റർ ജോ പറഞ്ഞതുപോലെ ദൈവത്തിന് വളരെ ഇതെല്ലാം നിസ്സാരമാകുന്നു. ദൈവത്തിന് ഈ കാര്യം ചെയ്യുക എന്ന് പറയുന്നതൊന്നും ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. While the worship was going on, I just felt this name Thomas. ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് തോമസ് എന്നുള്ള പേര് എൻ്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ സെൻസ് ചെയ്തു. And if you're listening right now, I just want to declare the breakthrough of Jesus into your job. നിങ്ങൾ ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെതായിട്ടുള്ള വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ജോലിയുടെ മേഖലയിൽ വരുവാനായിട്ട് ഞാനിത് പ്രഖ്യാപിക്കുന്നു. And I also sense in my heart there's someone who's got a pain in your neck. അതോടൊപ്പം തന്നെ കഴുത്തിൽ വേദനയുള്ള ആരോ ശ്രദ്ധിക്കുന്നു എന്ന് ഞാൻ സെൻസ് ചെയ്യുന്നു. And I just want to declare the healing of Jesus into your situation right now. യേശുക്രിസ്തുവിൻ്റെതായിട്ടുള്ള സൗഖ്യം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമാറാകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. Over these few months, especially the past 2 months, we've been meditating on the word in lines with the word, the theme that we heard, the year of rest and satisfaction. ഈ കഴിഞ്ഞ അല്പമാസങ്ങളായി നാം തീർച്ചയായിട്ടും ഈ വർഷത്തിന്റെ ദൂതായിരുന്ന അല്ലെങ്കിൽ മുഖ്യ ദൂതായിരുന്ന വിശ്രമത്തിന്റെയും സംതൃപ്തിയുടേതുമായിട്ടുള്ള ആ ദൂതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നാം ധ്യാനിക്കുകയായിരുന്നു. And in this past month we've been also listening to the theme of staying connected. കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നാം അധികമായി ശ്രദ്ധിച്ചത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കാം അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അന്യോന്യം ഒന്നിച്ചായിരിക്കുന്നതിന്റെ ബലത്തെക്കുറിച്ചാകുന്നു. Being planted where 2 or 3 are gathered together, or being together. നട്ടിരിക്കപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് 2-3 പേർ ഒന്നിച്ച് ചേർന്ന് വരുന്നതിനെ സംബന്ധിച്ച്. And so today I'm going to speak in those lines, but probably in lines with what is the outcome, one of the outcomes of staying connected. ഞാൻ ഇന്നും അതിനെക്കുറിച്ച് തന്നെ പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നാം ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില ഫലങ്ങളെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. What happens when we stay connected with Jesus? നാം യേശുവിനോടുകൂടെ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. Is there any benefit when we stay connected with one another? നാം അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഗുണം ലഭിക്കാറുണ്ടോ? In 2020 I've been spending time with quite a few people over the phone, over text, and I've heard quite a few people saying that it's been such a challenging year, and for sure it's been challenging. 2020 ഞാൻ ചില വ്യക്തികളുമായിട്ട് ഫോൺ വഴിയാകട്ടെ മെസ്സേജുകളാകട്ടെ എല്ലാം അയച്ചുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ലഭിച്ച പ്രതികരണം ഇതായിരുന്നു. ഇത് അവരെ സംബന്ധിച്ച് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരുന്നു. Many people have been going through hopelessness. അനേക വ്യക്തികൾ ആശയില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. Without a job, ജോലിയില്ലാതെ, probably with family being together. There's a lot of challenges where we've never been together for so long, and yet now we're being together and we have a lot of challenges. കുടുംബങ്ങൾ ഒന്നിച്ചു വന്നപ്പോൾ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒന്നിച്ചു വന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില വെല്ലുവിളികൾ. Very recently I was listening to someone, and that person was saying that I don't think I have even hope in my family. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ വ്യക്തി അദ്ദേഹത്തിനോട് ഇങ്ങനെ പറയുകയായിരുന്നു, എനിക്ക് ഇനിയും എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് യാതൊരു പ്രത്യാശയുമില്ല. Many parents have been saying, I don't think I can even manage my own children. ചില മാതാപിതാക്കൾ ഇങ്ങനെ പറയുകയുണ്ടായി, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നേയില്ല. 2020 definitely has been a challenging year. 2020 നിശ്ചയമായും വെല്ലുവിളികളുള്ള വർഷമായിരുന്നു. Some of us have been probably waiting for a breakthrough, and probably some of us got the breakthrough in 2020, mid of 2020. നമ്മളിൽ ചിലർ ഒരു ബ്രേക്ക് ത്രൂവിനായിട്ട് ഒരു വിടുതലിനായിട്ട് ആഗ്രഹിച്ചു. ചിലപ്പോൾ ആ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ നമുക്ക് ലഭിക്കുകയും ഉണ്ടായി. And some of us probably have waited till December and we've not seen that breakthrough yet. നമ്മളിൽ ചിലരാണെങ്കിൽ ഡിസംബർ വരെയും കാത്തിരുന്നു, എന്നിട്ട് ആ വിടുതൽ കാണുവാനും കഴിഞ്ഞില്ല. And maybe we've stepped into 21 hoping that one breakthrough, at least one, Lord. Many things have happened, but at least one breakthrough. 2021 നാം പ്രവേശിച്ചപ്പോൾ നാം പ്രതീക്ഷിച്ചിരിക്കുന്നത്, കർത്താവേ ഒരു വിടുതലെങ്കിലും എൻ്റെ ജീവിതത്തിൽ നൽകണമേ.
January is gone by, Feb is almost through. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. And some of us are saying that, God, I don't think I have any more hope. ചിലർ പറയുകയാകുന്നു, ദൈവമേ എനിക്കിനിയും യാതൊരു പ്രത്യാശയുമില്ല. And I want to start off with this verse that we've had over this year, which is from Matthew chapter 11. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Matthew chapter 11 and verse 28. 28-ാമത്തെ വാക്യം. And I want to read it in English first, and then we'll hear it in Malayalam. അതാദ്യം ഇംഗ്ലീഷിൽ വായിച്ച് അതിനുശേഷം മലയാളത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. Matthew 11 verse 28 to 30. It says, സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. Come to me all who are weary and heavy laden, and I will give you rest. I want to read it again. Come to me, everyone who is weary and heavy laden. This is Jesus's words. യേശുവിന്റെ വാക്കുകളാകുന്നു ഇത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you shall find rest for your souls. ഞാൻ സൗമ്യതയും ഹൃദയത്തിൽ താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. For my yoke is easy and my load is light. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നുവല്ലോ. I want to read it again. Come to me, all who are weary and heavy laden, and I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. I want you to know that Jesus has a tone of comfort or a tone of hope in these verses. ഞാൻ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങളോട് പറയുകയാകുന്നു, ഈ വാക്യങ്ങളുള്ള യേശുവിൻ്റെതായിട്ടുള്ള സ്വരം എന്ന് പറയുന്നത് അത് ആശ്വാസത്തിൻ്റെതായിട്ടുള്ള സ്വരമാകുന്നു, ബലം നൽകുന്ന സ്വരമാകുന്നു. And if you've been thinking that I don't have hope, Jesus is telling you, come to me, I will give you rest. നിങ്ങൾ ചിന്തിക്കുന്നു, അതായത് എനിക്കിനി മുന്നോട്ട് പോകുവാനായിട്ട് യാതൊരു ആശയമില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ യേശു ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എങ്കിലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. I just feel in my heart there's someone who's watching who's been asking the Lord, I don't think I've come to the end of my rope, and I don't think I have any more hope. അപ്പോൾ ഞാൻ സെൻസ് ചെയ്യുന്നൊരു കാര്യം ഇതാകുന്നു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരോ ഇപ്രകാരം പറയുകയാകുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വന്നിട്ടില്ല എന്ന് എനിക്കറിയാം, എന്നാൽ എനിക്ക് യാതൊരു പ്രത്യാശയുമില്ല. But Jesus wants you to know you have hope. എന്നാൽ യേശു നിങ്ങൾ അറിയുവാനായിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. I want to declare it over your life. You have hope in Jesus. അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. And I want to release this right now into each and everyone who's watching. In the name of Jesus, you have hope. ഇത് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഞാൻ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. In that mighty name of Jesus, you have hope. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട്. And every lie that has been tormenting you, I want to take authority and break that in the name of Jesus. നിങ്ങളെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള സകല നുണകളുടെ മേലും അധികാരം എടുത്തുകൊണ്ട് യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞാൻ അവയെ തകർക്കുന്നു. And Father, right now I want to pray for my brothers and my sisters. പിതാവേ, ഈ സമയം ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Wherever you are, I want you to lift your voice and speak in tongues if you can speak in tongues, or pray in the spirit if you can pray in the spirit, or pray in your known language if you want to speak to the Lord Jesus. നിങ്ങളുടെ ശബ്ദമുയർത്തി നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചാട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചാട്ടെ, യേശുവിലേക്ക് പ്രാർത്ഥിച്ചാട്ടെ. I want to release breakthrough into your situations right now. നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് യേശുവിൻ്റെതായിട്ടുള്ള വിടുതൽ ഞാൻ ഇപ്പോൾ തന്നെ അയക്കുന്നു. I take authority and I break that hopelessness in the name of Jesus. ആ നിരാശയുടെ അനുഭവത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരം എടുത്തുകൊണ്ട് ഞാൻ തകർക്കുന്നു. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ You have no right to remain in hopelessness because Jesus is hope. യേശുക്രിസ്തു പ്രത്യാശ ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ നിരാശയുടെ അനുഭവത്തിൽ നിൽക്കുവാൻ യാതൊരു അധികാരവുമില്ല. If there's anyone who is contemplating suicide, I break those thoughts right now in Jesus' name. ആത്മഹത്യയുടേതായിട്ടുള്ള ചിന്തകൾ ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ആ ചിന്തകളെ ഞാൻ തകർക്കുന്നു. Some of you have been saying that I've been in the sickness for a while, but I just want to take authority and release healing in the name of Jesus.
Jesus. നിങ്ങൾ ചിലർ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു, ഞാൻ ഈ അസുഖത്തിന് അടിപ്പെട്ട അനേക വർഷങ്ങളായിരിക്കുന്നതിനാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അധികാരം എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. I see this person who's been trying for a job for more than 6 years, and the Lord wants you to know He is your provider. He will open up that door for you. 6 വർഷങ്ങൾക്ക് മീതെയായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം കാണിക്കുന്നു. എന്നാൽ ദൈവം നിങ്ങളോടൊന്ന് പറയുന്നു, യേശുക്രിസ്തുവാകുന്നു നിങ്ങളെ കരുതുന്നത്, യേശുവാകുന്നു നിങ്ങളുടെ സ്രോതസ്സ്. I hear this name Kevin. കെവിൻ എന്നുള്ള ആ ഒരു പേര് ഞാൻ കേൾക്കുന്നു. Kevin, the Lord will help you in your studies. നിങ്ങളുടെ പഠനത്തിൽ കെവിനെ ദൈവം സഹായിക്കും. Whichever nation you are, I want you to know the Lord is with you. നീ ഏത് രാജ്യത്താണെങ്കിലും ശരി, ഞാൻ നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിന്നോട് കൂടെയുണ്ട്. He is your very present help in time of your need. നിന്റെ കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയാകും. If you've been struggling in your studies, I want to tell you that Jesus is with you. നിന്റെ പഠനത്തിൽ നീ പ്രയാസപ്പെടുന്നുവെങ്കിൽ യേശു നിന്നോട് കൂടെയുണ്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. There is no subject that is difficult for Jesus. യേശുവിന് പ്രയാസമുള്ളതായിട്ടുള്ള യാതൊരു വിഷയവുമില്ല. He is your comforter. യേശു നിന്റെ ആശ്വാസകനാകുന്നു. He is your strength. യേശു നിന്റെ ബലമാകുന്നു. I want to bless this brother in Jesus' name. ഈ സഹോദരനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. I hear this name Mary. മേരി എന്നുള്ള പേർ ഞാൻ കേൾക്കുന്നു. I want to bless your womb right now in Jesus' name. Open up in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഗർഭപാത്രത്തെ അനുഗ്രഹിക്കുന്നത് തുറക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I bless Mary in Jesus' name. യേശുവിന്റെ നാമത്തിൽ മേരിയെ അനുഗ്രഹിക്കുന്നു. You will conceive. നീ നിശ്ചയമായി നിനക്കൊരു കുഞ്ഞിനെ ദൈവം നൽകും. I want to bless Swapna right now in Jesus' name. യേശുവിന്റെ നാമത്തിൽ സ്വപ്നയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. I bless this family. ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. The God of possibilities penetrate your situation. നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് സാധ്യതകളുടെ ദൈവം ഇറങ്ങി വരുമാറാകട്ടെ. The time frame of God is not over. ദൈവത്തിൻ്റെതായിട്ടുള്ള സമയം മാറിപ്പോയിട്ടില്ല. The dates of God are not done with. ദൈവത്തിൻ്റെതായിട്ടുള്ള തീയതികൾ കഴിഞ്ഞു പോയിട്ടില്ല. The Lord will come through to your situation. നിന്റെ സാഹചര്യത്തിലേക്ക് ദൈവം ഇറങ്ങി വരും. Hallelujah. Hallelujah. Shekhe balarayandere sedriyandra. I see this person who has got a difficulty in your wrist, and I just want to speak healing into your wrist right now. കൈത്തണ്ടയിൽ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള റിസ്റ്റിൽ പ്രയാസമുള്ള ഒരു വ്യക്തിക്ക് കാണുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം പ്രഖ്യാപിക്കുന്നു. If you have not been able to move your wrist, I want you to take that step of faith and move your wrist. ആ കൈത്തണ്ട നിങ്ങൾക്ക് അനക്കുവാൻ കഴിയില്ല എങ്കിൽ ഇപ്പോൾ വിശ്വാസത്തിന്റെ ഒരു ചുവടായിട്ട് കണ്ടുകൊണ്ട് അത് നിങ്ങൾ അനക്കുവാൻ ശ്രമിച്ചാട്ടെ. I want to release healing into that situation right now in Jesus' mighty name. ആ സാഹചര്യത്തിലേക്ക് യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞാൻ സൗഖ്യം കൽപ്പിക്കുന്നു. Healing into that knees right now. ഇപ്പോൾ തന്നെ ആ കാൽമുട്ടുകളിലേക്ക് സൗഖ്യം വ്യാപരിക്കുമാറാകട്ടെ. Eyesight cleared up in Jesus' name. ആ കാഴ്ച ശക്തി ഇപ്പോൾ തന്നെ അത് വെളിപ്പെടുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. I want to speak healing right now. Jesus is your healer. യേശുവാകുന്നു നിങ്ങളുടെ സൗഖ്യദായകൻ. I want to release healing into your eyesight right now. You've been struggling with seeing clearly, and I feel this is more than 50% of your sight. I believe that right now you're being healed. 50% അധികമായിട്ട് നിങ്ങളുടെ കാഴ്ചശക്തിക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണുവാൻ കഴിയാത്ത ചില വ്യക്തികളുണ്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രഖ്യാപിക്കുന്നു. I hear this name Clarence. ക്ലാരൻസ് എന്നുള്ള പേർ ഞാൻ കേൾക്കുന്നു. And I just want you to know God is your husband. ദൈവം നിങ്ങളുടേതായിട്ടുള്ള ഭർത്താവാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. You are not alone. നിങ്ങൾ ഒരിക്കലും അനാഥയല്ല. Jesus is your hope. യേശു ആകുന്നു നിങ്ങളുടേതായിട്ടുള്ള പ്രത്യാശ. Jesus is your husband. യേശു ആകുന്നു നിങ്ങളുടെ ഭർത്താവ്. He is your comfort. യേശു നിങ്ങളുടെ ആശ്വാസമാകുന്നു. Father, I just want to pray a comfort over your people right now in Jesus' name. പിതാവേ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിന് മേൽ ഞാൻ സൗഖ്യം അല്ലെങ്കിൽ സമാധാനം പ്രഖ്യാപിക്കുന്നു. Holy Spirit, come and have your way. പരിശുദ്ധാത്മാവ് വന്ന് ഞങ്ങളുടെ മധ്യേ ഇടപെട്ടാൽ Invade these homes. ഈ ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയണമേ. Invade them with your presence. അങ്ങയുടെ സാന്നിധ്യത്താൽ പരിശുദ്ധാത്മാവരെ നിറയ്ക്കുമാറാകണം. Holy Spirit, you are their friend. പരിശുദ്ധാത്മാവേ, അങ്ങ് അവരുടെ സുഹൃത്താകും. You are their comfort. അങ്ങ് അവരുടെ ആശ്വാസമാകും. You are their hope. അങ്ങ് അവരുടെ പ്രത്യാശയാകുന്നു. Father, we thank you for this time. ഈ സമയത്തിനായി നന്ദി പിതാവേ. Minister to your people. അങ്ങയുടെ ജനത്തോട് ഇടപെടുമാറാകണം. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. The title that I have for today's message is Hope for Your Season. നിങ്ങളുടെ കാലത്തിലേക്കുള്ള ആശ്വാസം അല്ലെങ്കിൽ നിങ്ങളുടെ കാലത്തിലേക്കുള്ള പ്രത്യാശ എന്നുള്ളതാകുന്നു ഇന്നത്തെ ദൂതിന്റെ തലക്കെട്ട്. And I want us to look at the context of this verse, Matthew 11:28-30, the context of this verse.
ഈ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലം എന്തെന്ന് ഞാൻ ശ്രദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നു. The Gospel of Matthew was, of course, written by Matthew. മത്തായിയുടെ സുവിശേഷം ദൃശ്യമായും എഴുതിയത് മത്തായി തന്നെയാകുന്നു. And he was a Jew that wrote this gospel to the Jews. ഇത് യഹൂദന്മാർക്ക് വേണ്ടി യഹൂദനായിരിക്കുന്ന മത്തായി എഴുതിയതാകുന്നു. And he wanted to talk about this Jew, the King of Jews, Jesus. യഹൂദരുടെ രാജാവാകുന്ന യേശുവിനെ കുറിച്ച് യഹൂദർക്കായി എഴുതുന്നതാകുന്നു ഇത്. And as we study this book, we see that he goes into the details of Jesus's birth. നാം ഈ സുവിശേഷം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങളിലേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നു. We see the details of how the wise men came in, how the shepherds came in, and how there was the baptism of Jesus where the Father attested who Jesus was. ജ്ഞാനികൾ വന്നതിനെക്കുറിച്ച്, ആട്ടിടയന്മാർ വന്നതിനെക്കുറിച്ച്, യേശുവിന്റെ സ്നാനത്തിന്റെ സമയത്ത് പിതാവ് എപ്രകാരം അവിടെ വെളിപ്പെട്ടതിനെ അംഗീകരിച്ചു എന്നുള്ളതിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. And Matthew refers to the scriptures and he tries to connect it to prove that Jesus is the Messiah that they've been waiting for. അവർ കാത്തിരുന്ന, യഹൂദർ കാത്തിരുന്ന മശിഹ യേശുവാകുന്നു എന്ന് ഉപയോഗിക്കുവാൻ, നിങ്ങൾ തെളിയിക്കുവാൻ തക്കവണ്ണം, സഹായിക്കുവാൻ തക്കവണ്ണം ചില വാക്യങ്ങൾ ഉദ്ധരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നു. And then he goes on into the details of Jesus' teaching. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിലേക്ക് താൻ പ്രവേശിക്കുന്നു. And then we come to chapter 8 where he lists out a lot of these phenomenal miracles done by Jesus. അതിനുശേഷം നാം 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ചെയ്തിരിക്കുന്ന, യേശു ചെയ്തിരിക്കുന്ന അത്ഭുത പ്രവർത്തികളെ കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നു. We see the leper cleansed. അവിടെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. We see the centurion servant healed. ശതാധിപതിന്റേതായിട്ടുള്ള ദാസൻ സൗഖ്യം ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ Peter's കഴിയുന്നു. mother-in-law is healed. പത്രോസിന്റെ അമ്മാവിയമ്മയ്ക്ക് സൗഖ്യം ലഭിക്കുന്നു. We see the sea is stilled. യേശുക്രിസ്തു കാറ്റിനെ അടക്കുന്നത് കാണുവാൻ കഴിയുന്നു. The demons are cast. ഭൂതങ്ങളെ പുറത്താക്കുന്നത് കാണുവാൻ കഴിയുന്നു. We see the paralytic forgiven and healed. പക്ഷവാതക്കാരനെ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നതും ക്ഷമിക്കുന്നതും കാണുവാൻ കഴിയുന്നു. There's a whole lot of miracles that is listed out by Matthew. അവിടെ മത്തായി പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില അനേക അത്ഭുത കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു. Pointing out to the Messiah Jesus. അത് മശിഹായിലേക്ക് നയിക്കുന്നു എന്ന് പറയുകയാണ് അദ്ദേഹം. And then we come to this chapter 9 verse 35 onwards. അതിനുശേഷം 9-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇത് കാണുവാൻ കഴിയുന്നു. After having given the details of Jesus lineage and Jesus birth, his journey all the way to the miracles that he started doing. യേശുക്രിസ്തുവിന്റെ വംശാവലിയെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ച്, യേശുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞതിന് ശേഷം, So Jesus is all action mode. അപ്പം യേശു വളരെ സജീവമായിട്ടുള്ള ആക്ഷൻ മോഡിലാകുന്നു. And then we come to verse 35 of chapter 9. അതിനുശേഷം 9-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. I want to read it in English, and it says, Jesus was going about all the cities and villages, teaching in the synagogues, proclaiming the gospel of the kingdom, healing every kind of disease and every kind of sickness. Seeing the multitudes, he felt compassion for them. യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിക്കുകയും അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു പോന്നു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ അസ്വസ്ഥരും ആകുലരുമായി കണ്ടിട്ട്, Amen. He seeing the multitudes, he felt compassion for them because they were distressed and downcast like sheep without a shepherd. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ അസ്വസ്ഥരും ആകുലരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. Jesus felt compassion. യേശുക്രിസ്തുവിന് മനസ്സലിവ് തോന്നി. He saw that the people needed a leader. യേശുവിന് മനസ്സിലായി വ്യക്തികൾക്ക് ഒരു നേതാവിന്റെ അല്ലെങ്കിൽ ഇടയന്റെ ആവശ്യമുണ്ട്. He saw that the people needed people to care for them. അന്യോന്യം പരിചരിക്കുവാനായിട്ട്, കരുതുവാനായിട്ട് വ്യക്തികളെ തന്നെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. Jesus could have reached out to all these situations. യേശുവിന് വേണമെങ്കിൽ ഈ എല്ലാ സാഹചര്യങ്ങളിലേക്കും എത്താമായിരുന്നു. But look at what he does. എന്നാൽ യേശു എന്ത് ചെയ്തു ശ്രദ്ധിക്കുക. He tells his disciples in verse 37 and 38. തന്റെ ശിഷ്യന്മാരോട് 37-ാമത്തെയും 38-ാമത്തെയും വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. He said to his disciples, "The harvest is plentiful, but the workers are few. Let us ask the Lord of the harvest to send out workers into his harvest." തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് അടിയന്തരമായി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. And now Jesus is concerned that he wants to send forth laborers into the vineyard because the people did not have a shepherd
to look after them. വ്യക്തികളെ പരിചരിക്കുവാൻ അല്ലെങ്കിൽ കരുതുവാൻ തക്കവണ്ണം ഒരു ഇടയനില്ലാത്തത് കൊണ്ട് യേശു ഇപ്പോൾ ചിന്തിക്കുകയാകുന്നു, അതായത് ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതാകുന്നുവല്ലോ. And look at the next chapter, chapter 10. 10-ാമത്തെ അധ്യായം ശ്രദ്ധിക്കുക. Jesus, the first verse it says, having summoned his 12 disciples, he gave them authority over unclean spirits to cast them out and to heal every kind of disease and every kind of sickness. അതിനുശേഷം യേശു തന്റെ 12 ശിഷ്യന്മാരെയും ഒരുമിച്ച് വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ വ്യാധികളെയും രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ അവർക്ക് അധികാരം കൊടുത്തു. So Jesus was already in the business. അപ്പോൾ യേശു ഈ കാര്യം വളരെ ഗൗരവമായി എടുത്തു കഴിഞ്ഞു. He was already healing and delivering people. വ്യക്തികളെ സൗഖ്യമാക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്യുന്നു. But he knew he couldn't do it by himself. എന്നാൽ യേശുവിന് അറിയാമായിരുന്നു തനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യുവാൻ കഴിയുകയില്ല. And he tells his people, let's pray. തന്റെ ജനത്തോട് യേശു ഇത് പറയുകയും ചെയ്തു, നമുക്ക് പ്രാർത്ഥിക്കാം. And not just pray, but let's get into some action. എന്നാൽ പ്രാർത്ഥന മാത്രമല്ല, ചില പ്രവൃത്തികളും കൂടെ നമുക്ക് ചെയ്യാമെന്ന് And he പറയുക. sends his disciples with the authority to heal and to deliver other people. ശിഷ്യന്മാരെ അധികാരത്തോടുകൂടെ മറ്റു വ്യക്തികളെ സൗഖ്യമാക്കുവാനും വിടുവിക്കുവാനും പറഞ്ഞയക്കുന്നു. And that is exactly what God wants to do through us and in us. നമ്മുടെ ജീവിതത്തിലും നമ്മിലും ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഇത് തന്നെയാകുന്നു. He wants us to be empowered with authority. ദൈവത്തിന്റെ അധികാരത്താൽ ബലപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. He wants us to function in the role that God has called us for. ദൈവം ഏത് നിലവാരത്തിലേക്ക്, ഏത് ചുമതലകളിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നുവോ നാം അവിടെ പ്രവർത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And if any one of you is feeling hopeless that I have not been fruitful, I just want you to know you have hope. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുകയാകുന്നു എനിക്ക് ഫലം കായ്ക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് പ്രയാസപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആശയുണ്ട്, പ്രത്യാശയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. And so Jesus now sends his disciples with some instructions. ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുന്നു. Telling them this is what you need to do, this is how you have to behave, this is how you have to go out into delivering and setting the people free. നിങ്ങൾ ഇങ്ങനെ പോകണം, നിങ്ങൾ ഇങ്ങനെയാകുന്നു കാര്യങ്ങൾ ചെയ്യേണ്ടത്, വ്യക്തികളെ ഇങ്ങനെയാകുന്നു നിങ്ങൾ വിടുവിക്കേണ്ടത് എന്നൊക്കെ പറയുകയാകുന്നു. And then we come to chapter 11. അതിനുശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുന്നു. So I want you to know that Jesus did not stop working. യേശു അവിടെ വേല നിർത്തിയിട്ടില്ല. After sending his disciples, he is still working. തന്റെ ശിഷ്യന്മാരെ അയച്ചതിനു ശേഷം യേശു അവിടെ പ്രവർത്തിക്കുകയാകുന്നു. And in verse 1 it says, it came about that when Jesus had finished giving instructions to his 12 disciples, he departed from there to teach and preach in their cities. യേശു തന്റെ 12 ശിഷ്യന്മാരോടും നിർദ്ദേശിച്ചു തീർന്ന ശേഷം അവരുടെ പട്ടണങ്ങളിൽ ഉപദേശിക്കുവാനും പ്രസംഗിക്കുവാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. So we have come all the way Matthew chapter 1 all the way to chapter 10. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം തൊട്ട് 10-ാം അധ്യായം വരെ നാം വന്നിരിക്കുന്നു. Reading this we feel that wow, Jesus is on the rock and roll. ഇത് നാം വായിക്കുമ്പോൾ യേശുക്രിസ്തു എല്ലായ്പ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നാം ചിന്തിക്കുന്നത്. Full of action. എല്ലായ്പ്പോഴും സജീവമായ രംഗത്തുണ്ട്. Full of power and glory. എല്ലാ സമയത്തും ശക്തിയോടുകൂടെയും അഭിഷേകത്തോടുകൂടെയും തേജസ്സോടുകൂടെയും ഉണ്ട്. But I want us to look at the next few verses. എന്നാൽ അടുത്ത ചില വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. Verse 2 onwards of chapter 11. 11-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യങ്ങൾ. Now when John in the prison heard of the work of Christ, he sent word by his disciples and said to them, are you the expected one, or shall we look for someone else? യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ച് വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. Now this is John the Baptist. ഇത് യോഹന്നാൻ സ്നാപകനാകുന്നു. His own cousin. തന്റെ സ്വന്തം കസിൻ ആകുന്നു. And he is the one who heard the voice of the Father saying that this is my son. ഈ യോഹന്നാൻ സ്നാപകനാകുന്നു ഇത് കേട്ടത്, ഇത് എന്റെ പ്രിയപുത്രൻ എന്ന് പിതാവ് പറയുന്നത്. And when he was baptizing Jesus. യേശുവിനെ സ്നാനപ്പെടുന്ന സമയത്ത്. And now John the Baptist, his own cousin that even felt the Holy Spirit when he was in the womb of his mother. തന്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റേതായിട്ടുള്ള സ്പർശനം ലഭിച്ച വ്യക്തിയുമാകുന്നു യോഹന്നാൻ സ്നാപകൻ. And this John the Baptist is asking, are you the one that we have been waiting for? ഈ യോഹന്നാൻ സ്നാപകൻ തന്നെ ആകുന്നു ചോദിക്കുന്നത്, ഞങ്ങൾ കാത്തിരിക്കുന്നത് നിന്നെ തന്നെയാണോ? Jesus faces rejection from his own cousin. തന്റെ സ്വന്തം കസിനിൽ നിന്ന് തന്നെ യേശുക്രിസ്തു അപ്രകാരം ഒരു തിരസ്കരണം അനുഭവിക്കുകയാകും. John saw all the miracles. യോഹന്നാൻ സ്നാപകൻ എല്ലാ അത്ഭുതങ്ങളും കണ്ടു. He heard the voice of the Father. പിതാവിന്റെ സ്വരം കേട്ടു. And yet he doubts
what he's seeing. അതിനുശേഷവും താൻ കാണുന്നതിനെ സംശയിക്കുകയാകും. Why? Because John the Baptist was in prison. എന്തുകൊണ്ടാകുന്നു? താൻ ആ സമയത്ത് കാരാഗൃഹത്തിലായിരുന്നു. Something happened in his life where he questioned what he saw. തന്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചതുകൊണ്ട് താൻ കാണുന്നതിനെ ചോദ്യം ചെയ്യുവാൻ ആരംഭിക്കുന്നു. Probably you are like John the Baptist, ചിലപ്പോൾ നിങ്ങൾ യോഹന്നാൻ സ്നാപകനെ പോലെ ആയിരിക്കാം. where you're going through a situation where you are questioning God. നിങ്ങളിപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. But I want you to look at Jesus' response. എന്നാൽ യേശുവിൻ്റെതായിട്ടുള്ള പ്രതികരണം എങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാം. The next few verses talks about it, and I want you to read it when you have time. അടുത്ത ചില വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഈ ഭാഗങ്ങൾ വായിച്ചാട്ടെ. Jesus does not pull down or look down on John the Baptist. യേശു ഒരിക്കലും യോഹന്നാൻ സ്നാപകനെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. In fact, he talks with high regard about this cousin of his. എന്നാൽ തന്റെ ഈ കസിനെ കുറിച്ച് വലിയ ആദരവോടുകൂടി തന്നെ യേശു സംസാരിക്കുന്നു. Even though he was rejected, he felt rejected, he did not despise John the Baptist. തനിക്ക് ഒരു തിരസ്കരണം അനുഭവിക്കേണ്ടി വന്നാൽ പോലും യോഹന്നാൻ സ്നാപകനെ യേശുക്രിസ്തു താഴ്ത്തിയില്ല. Yeah, and he in fact he gave value to John the Baptist. എന്നാൽ യോഹന്നാൻ സ്നാപകന് ബഹുമാനം നൽകുകയും ചെയ്തു. And he said, there is no one as greater than John the Baptist. യോഹന്നാൻ സ്നാപകനെ പോലെ വലിയവൻ ആരുമില്ല എന്ന് പറയുന്നു. Wow, what a God we serve. അത് എത്രമാത്രം വലിയ ഒരു ദൈവത്തെ നാം സേവിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ Many of us might be going through rejection. നമ്മിൽ പലരും തിരസ്കരണത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. From our family members. നമ്മളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും. Maybe they are looking at the way that we are serving God, the way that we are probably we've left things for the Lord Jesus Christ, and they are probably not for us. ചിലപ്പോൾ നാം എങ്ങനെ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ ഈ സുവിശേഷത്തിന് വേണ്ടി എന്തെല്ലാം നാം വിട്ടുകൊടുത്തിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ നമുക്ക് വേണ്ടി ചേർന്ന് നിൽക്കാത്തത്. Probably you're going through that pain. നിങ്ങൾ ചിലപ്പോൾ ആ വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. And I want you to know that Jesus tells you. എന്നാൽ നിങ്ങൾ അറിയുവാനായിട്ട് ഞാൻ പറയട്ടെ, യേശു ഇങ്ങനെ പറയുന്നു, Come to me. എന്റെ അടുക്കൽ വരിക. Learn from me. എന്നിൽ നിന്ന് പഠിപ്പീൻ. I am humble and gentle. ഞാൻ സൗമ്യതയുള്ളവനും താഴ്മയുള്ളവനും ആകൊണ്ട്. And the Lord wants us to learn from this Jesus. ഈ യേശുവിൽ നിന്ന് നാം പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. How did Jesus have hope? യേശുവിന് എങ്ങനെ പ്രത്യാശയുണ്ടായിരുന്നു? And the next couple of verses also talks about two other rejections അടുത്ത ചില വാക്യങ്ങളും മറ്റു ചില തിരസ്കരണങ്ങളെ കുറിച്ച് പറയുകയാകുന്നു that Jesus faced up with. യേശു അത് അനുഭവിക്കേണ്ടി വന്നത്. He talks about the rejection he felt from the generation that he was part of. താൻ ആയിരുന്ന ആ ഒരു തലമുറയിൽ നിന്ന് തനിക്ക് ലഭിച്ചതായിട്ടുള്ള ആ ഒരു തിരസ്കരണത്തെ കുറിച്ച് യേശു പറയുകയാകുന്നു. And they call Jesus gluttonous person. യേശു അതിഭക്ഷണക്കാരൻ എന്ന് അവിടെ പറയുന്നു. A sinner, a friend of sinners. പാപികളുടെ ചങ്ങാതി എന്ന് പറയുന്നു. Drunkard. കുടിയൻ എന്ന് പറയുന്നു. Probably that's what you're going through. ചിലപ്പോൾ നിങ്ങളെ കുറിച്ച് പല വ്യക്തികളും അങ്ങനെ പറയുമായിരിക്കാം. People are calling you different kinds of names. വ്യക്തികൾ നിങ്ങൾക്ക് പല പേരുകൾ വെച്ച് വിളിക്കുമായിരിക്കാം. Because you're obeying the Lord. നിങ്ങൾ യേശുവിനെ അനുസരിക്കുന്നത് കൊണ്ടാണ്. Because you're following Jesus Christ. നിങ്ങൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട്. But Jesus says, come to me. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വരിക. Stay connected with me. ഞാനുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുക. I will teach you. ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. I will give you a humble heart. ഞാൻ നിങ്ങൾക്ക് താഴ്മയുള്ളതായുള്ള ഹൃദയത്തെ നൽകും. And the next couple of verses talks about the cities where Jesus did certain phenomenal miracles. അടുത്ത അധ്യായങ്ങൾ ചില അധ്യായങ്ങൾ പറയുന്നത് യേശുക്രിസ്തു ചെയ്ത വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ മറ്റു ചില പട്ടണങ്ങളിൽ. They also rejected him. അവരും യേശുവിനെ തിരസ്കരിച്ചു. And they didn't believe in spite of having seen these miracles, they didn't believe in him. ഈ അത്ഭുതങ്ങളെല്ലാം കണ്ടതിന് ശേഷവും അവർ യേശുവിൽ വിശ്വസിച്ചില്ല. In this context of having mentioned quite a few rejections. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു ഭാഗങ്ങളിൽ തന്നെ ചില തിരസ്കരണങ്ങൾ കാണുവാൻ കഴിയുന്നു. I want us to look at Matthew chapter 11 and verse 25. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. I'll read from 25 to 27. It says, at that time Jesus answered and said, I praise thee, O Father, the Lord of heaven and earth, that you did not hide these things from the wise and the intelligent, but Father, it was well pleasing in thy sight to reveal it to the babes. And then it goes on, all things have been handed over to me by my Father. No one knows the Son except the Father, nor does anyone know the Father except the Son, and anyone to whom the Father wills to reveal him. 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ആ സമയത്ത് തന്നെ യേശു ഉത്തരമായി പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് പഠിപ്പില്ലാത്തവരായി ശിശുക്കളെ പോലെ ഉള്ളവർക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്.
എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. Jesus was so confident of who he was. യേശു ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് തനിക്ക് തന്നെത്താൻ വളരെ ഒരു ബോധ്യമുണ്ടായിരുന്നു. Probably you have been going through rejection, നിങ്ങൾ ചിലപ്പോൾ ഒരു തിരസ്കരണത്തിന്റെ അനുഭവത്തിലൂടെ പോകുമായിരിക്കാം. hopelessness, ആശയില്ലാത്ത സാഹചര്യം, feeling helpless. ഒരു നിസ്സഹായത അവസ്ഥയുള്ളതുപോലെ. But Jesus has modeled it out for us on how to have hope in such a season. എന്നാൽ ഇപ്രകാരമുള്ള ഒരു സമയത്ത് എങ്ങനെ ആശ ഉണ്ടാകണം, പ്രത്യാശ ഉണ്ടാകണം എന്നുള്ളത് യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. And as so it's revealed in these verses. അത് ഈ വാക്യങ്ങളിൽ തീർച്ചയായിട്ടും അത് കാണിച്ചിരിക്കുന്നു. Jesus knew his father. യേശുവിന് തന്റെ പിതാവിനെ അറിയാമായിരുന്നു. Jesus knew who had called him. ആര് തന്നെ വിളിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് യേശുവിന് വ്യക്തതയുണ്ടായിരുന്നു. Jesus knew who had sent him. ആര് തന്നെ അയച്ചിരിക്കുന്നു എന്നുള്ളതിലും യേശുവിന് വ്യക്തതയുണ്ടായിരുന്നു. And Jesus also knew who he was. താൻ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചും യേശുവിന് വ്യക്തതയുണ്ടായിരുന്നു. Knowing who the Father is, പിതാവ് ആരാകുന്നു എന്ന് അറിയുന്നത്, and knowing your identity, നിങ്ങളുടെ വ്യക്തിത്വം അറിയുന്നത്, is one of the keys to stay hopeful in your season. അത് ഈ കാലത്തിൽ പ്രത്യാശയോടുകൂടി ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന വലിയൊരു കാര്യമാകും. And having gone through these rejections, Jesus says, "Come to me." ഈ തിരസ്കരണത്തിലൂടെ എല്ലാം പോയതിനു ശേഷം യേശു നമ്മോട് പറയുന്ന ഇതാകുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വരിക. In Colossians chapter 1, കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ verse 26 and 27. 26ഉം 27ഉം വാക്യങ്ങൾ. I'm not reading it, but it says that Jesus is the hope of glory. അത് ഞാൻ വായിക്കുന്നില്ല, എന്നാൽ ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയാകും. Christ in you is the hope of glory. നിങ്ങളുടെ അകത്തുള്ള യേശുക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയാകും. First thing to have hope ഏറ്റവും ആദ്യത്തെ കാര്യം നമുക്ക് പ്രത്യാശ ഉണ്ടാകുവാൻ വേണ്ടി is to believe in the promises of God. യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാകും. Jesus knew the promises of the Father. യേശുവിന് പിതാവിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു. He knew why he had come on earth. താൻ ഭൂമിയിലേക്ക് എന്തിനു വന്നു എന്നുള്ളതിനെ കുറിച്ച് യേശുവിന് അറിയാമായിരുന്നു. And he would go back to those scriptures. ആ ബൈബിൾ വാക്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വാക്യങ്ങളിലേക്ക് മടങ്ങി പോകുമായിരുന്നു. He would go back to those prophecies. ആ പ്രവചനങ്ങളിലേക്ക് മടങ്ങി പോകുമായിരുന്നു. He would remind himself that the Spirit of the Lord is upon me. I have come here to set the people free. താൻ തന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു, ദൈവത്തിൻ്റെതായുള്ള ആത്മാവ് എന്റെ മേലുണ്ട്, വ്യക്തികളെ വിടുവിക്കുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. And so if you are feeling hopeless, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യാശയില്ലാത്ത അനുഭവം എന്നുണ്ടെങ്കിൽ I want you to be like Jesus. നിങ്ങൾ യേശുവിനെ പോലെ ആകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. Go back to the promises that the Father has spoken over your life. പിതാവ് നിങ്ങളുടെ മേൽ പ്രവചിച്ചിരിക്കുന്നതായിട്ടുള്ള ആ വാഗ്ദത്തങ്ങളെ നിങ്ങൾ മടങ്ങി പോവുക. I have a habit of writing a diary. എനിക്ക് ഈ ഡയറി എഴുതുന്ന സ്വഭാവമുണ്ട്. And I write everything that the Lord has done for me. ദൈവം എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡയറിയിൽ എഴുതും. And sometimes when I feel discouraged, I go back to the diary. ചില സമയത്ത് ഞാൻ ഒരു നിരുത്സാഹപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ ഡയറി വായിക്കുവാൻ പോകും. And I look at what the Lord has done in my life. ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എന്തെന്ന് ഞാൻ അവിടെ കാണുവാനിടയാകും. And that helps me to stay hopeful in my season of discouragement. അതുകൊണ്ട് നിരുത്സാഹപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കാലത്തിൽ പ്രത്യാശയോടെ ആയിരിക്കാനായിട്ട് അതിനെ സഹായിക്കും. The Greek word for hope is this word tikva. ആശ അല്ലെങ്കിൽ പ്രത്യാശ എന്നുള്ള ആ ഒരു വാക്കിൻ്റെതായിട്ടുള്ള യവനപദം എന്ന് പറയുന്നത് തിക്വ എന്നാകും. It also means a cord or a rope. അത് ഈ ഒരു അർത്ഥവുമുണ്ട്, കയർ എന്നുള്ള അർത്ഥവുമുണ്ട്. And the scripture that is most appropriate for that explanation or for that word is in Joshua chapter 2. യോശുവയുടേതായിട്ടുള്ള പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ ആ ഒരു വാക്യമുണ്ട്, അതാകുന്നു ഈ ഒരു അർത്ഥത്തിന് ഏറ്റവും യോജിച്ചത്. We know the story where the two spies gave that cord, that scarlet cord, to Rahab the harlot. അപ്പം രാഹാബിന് ആ ഒരു കയറ് കൊടുത്തതായിട്ട് നമുക്കുള്ള ആ കഥ നമുക്കറിയാം. And Rahab puts that cord down in faith or in hope. രാഹാബ് വിശ്വാസത്തിൽ ആ കയർ താഴോട്ടിടുകയാകും. When I read that scripture passage, I was like, what made Rahab believe in these spies? ഞാൻ ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയാകുന്നു, രാഹാബിന് എങ്ങനെ ഈ ചാരന്മാരിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞു. And the scripture, I probably will just go through that in Joshua chapter 2. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. Verse 9 to 13. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Rahab makes a statement. രാഹാബ് ഇങ്ങനെ പറയുന്നു, We have heard your God drying the Red Sea, completely destroying the enemies, and we know for sure that Israel will win this battle.
യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു. And Rahab goes back to what the God of Israel has done. ഇസ്രായേലിന് ദൈവം എന്ത് ചെയ്തിരിക്കുന്നുവോ അതിനെക്കുറിച്ച് രാഹാബ് ഓർക്കുകയാകും. She was not part of the Israelites, താൻ ഇസ്രായേലിലെ ഒരു വ്യക്തിയല്ല, but she heard of what the God of Israel did. എന്നാൽ ഇസ്രായേലിന് ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് താൻ ഓർക്കുകയാകുന്നു, താൻ കേട്ടിരിക്കുന്നു. And she heard about the Red Sea drying up. അപ്പോൾ ചെങ്കടൽ എപ്രകാരം വറ്റി എന്നുള്ളതിനെ കുറിച്ച് താൻ കേട്ടിരിക്കുന്നു. She heard about the enemies being destroyed. ശത്രുക്കൾ തകർന്നു പോയതിനെ കുറിച്ച് താൻ കേട്ടിരിക്കുന്നു. And she makes a statement, if God can do that, we are sure we are done. We are done for sure. ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഇത് തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. We know for sure that Israel is going to conquer Jericho. ഇസ്രായേൽ തീർച്ചയായിട്ടും എരിഹോവിനെ ജയിക്കും എന്നുള്ളത് നിശ്ചയമായി നമുക്കറിയാം. Going back to the promises of God and what God has done gives us hope. അതുകൊണ്ട് ദൈവത്തിൻ്റെതായിട്ടുള്ള വാഗ്ദത്തങ്ങളെ അറിയുന്നതും ദൈവം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നത് നാം വീണ്ടും മടങ്ങി ചെന്ന് കാണുന്നതും നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നു. And that gave Rahab the confidence to put that cord, that scarlet cord, through the window. അത് ആ ജനലിലൂടെ ആ ഒരു കയർ നൽകുവാൻ തക്കവണ്ണം രാഹാബിനെ ആ വിശ്വാസം സഹായിച്ചു. In hope, in expectation. വലിയ പ്രത്യാശയിലും വലിയ പ്രതീക്ഷയിലും അത് ചെയ്യുവാൻ സഹായിച്ചു. And she tells the spies, just make sure that you don't harm my family. അപ്പോൾ താൻ ഈ വ്യക്തികളോട് രാഹാബ് ഇങ്ങനെ പറയുന്നു, എന്റെ കുടുംബത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നുള്ളത് മാത്രം ഓർക്കണമേ. So people of God, if you are feeling hopeless, അതുകൊണ്ട് ദൈവജനമേ, നിങ്ങൾക്ക് ഇന്ന് പ്രത്യാശയില്ലെങ്കിൽ I want you to remember what God has done for you in the past. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്ത് ഭൂതകാലത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. Aren't you alive? നിങ്ങൾ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നില്ലേ? Hasn't he protected you? ദൈവം നിങ്ങളെ കാത്തിട്ടില്ലയോ? Hasn't he provided for you? ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടില്ലയോ? Aren't you taken care of every single day? ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവം തന്നിട്ടില്ലയോ? I have another book where I write down the things that I'm grateful to the Lord for. ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവളായിരിക്കുന്ന കാര്യങ്ങൾ എഴുതുന്ന മറ്റൊരു പുസ്തകം എനിക്കുണ്ട്. One of the things I recently wrote down is, God, I thank you that I can breathe air. ഞാൻ ഈ അടുത്തൊരു ദിവസം ഞാൻ എഴുതിയ ഒരു കാര്യം ഇതായിരുന്നു, കർത്താവേ, എനിക്ക് നല്ല വായു ശ്വസിക്കുവാൻ കഴിയുന്നല്ലോ എന്ന് ചിന്തിച്ചാൽ ഞാൻ നന്ദിയുള്ളവളാകും. So one of the first ways to stay hopeful അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടി ആയിരിക്കുവാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് is to go back to the promises of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് മടങ്ങി പോകുക. Like Jesus, to know the Father, യേശു പിതാവിനെ അറിഞ്ഞതുപോലെ to know his nature, പിതാവിന്റെ സ്വഭാവത്തെ അറിയുക, to hold on to his nature. പിതാവിന്റെ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുക. And the second way രണ്ടാമതായിട്ട് is like Jesus said, learn from me, യേശു പറഞ്ഞതുപോലെ എന്നിൽ നിന്ന് പഠിപ്പീൻ, to stay humble. താഴ്മയോടെ ആയിരിക്കാൻ. It takes humility to love your enemy. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ തീർച്ചയായും താഴ്മയുണ്ടെങ്കിലേ കഴിയുകയുള്ളൂ. It takes humility to talk good about your enemy. നിങ്ങളുടെ ശത്രുക്കളെ കുറിച്ച് നല്ലത് സംസാരിക്കണമെങ്കിൽ താഴ്മ വേണം. John the Baptist was not his enemy, but he definitely rejected Jesus. യോഹന്നാൻ സ്നാപകൻ തീർച്ചയായും യേശുവിന്റെ ശത്രുവല്ലായിരുന്നു, എന്നാൽ പക്ഷേ യേശുവിനെ തിരസ്കരിച്ചു. One of the ways of staying hopeful പ്രത്യാശയോടെ ആയിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു വഴി is to learn from Jesus. യേശുവിൽ നിന്ന് പഠിപ്പീൻ. Come to him. യേശുവിലേക്ക് വരിക. Draw strength from him. യേശുവിൽ നിന്ന് നിങ്ങളുടെ ശക്തി പ്രാപിക്കുക. There are many times when I feel like bashing up people. അനേക സമയത്ത് വ്യക്തികളെ വളരെ കർശനമായിട്ട് വഴക്ക് പറയുവാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്, At least in my heart. എന്റെ ഹൃദയത്തിൽ. But many a times I go back to Jesus എന്നാൽ പല സമയത്തും ഞാൻ യേശുവിലേക്ക് മടങ്ങിപ്പോകും. and ask the Lord, Lord, I need your grace to forgive. ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എനിക്ക് ക്ഷമിക്കുവാൻ എനിക്ക് കൃപ വേണം. I need your grace to let go. എനിക്ക് ഇത് വിട്ടുകളയുവാനായിട്ടുള്ള കൃപ വേണം. I need your grace to stay humble. എനിക്ക് താഴ്മയോടെ ആയിരിക്കാൻ തക്കവണ്ണം കൃപ വേണം. And to stay and to think good about the other person. മറ്റുള്ള വ്യക്തിയെക്കുറിച്ച് നല്ലത് ചിന്തിക്കുവാനായിട്ടുള്ള കൃപ വേണം. So if you're feeling hopeless about the people around you, നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരിക്കുന്നുവെങ്കിൽ I want you to draw near to Jesus. ഞാൻ നിങ്ങളോട് താല്പര്യപ്പെടുത്തട്ടെ, നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. And so Father, I just want to pray for every person who is struggling with unforgiveness. പിതാവേ, ക്ഷമിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. Jesus, the hope of glory. യേശുക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയാകുന്നു. Come and empower your people. അങ്ങയുടെ ജനത്തെ വന്ന് ബലപ്പെടുത്തുമാറാകണം. Come and empower your people. അങ്ങയുടെ ജനത്തെ വന്ന് ബലപ്പെടുത്തുമാറാകണം. Release your presence, Abba Father. അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഒഴുകണമേ.
Fill them with your love. അങ്ങയുടെ സ്നേഹത്താൽ അവരെ നിറയ്ക്കുമാറാകണം. Let them be able to let go of those bitterness. അങ്ങയുടെ അവരുടെ കയ്പിൻ്റെതായിട്ടുള്ള അനുഭവത്തെ വിട്ടുകളയുവാൻ അവരെ സഹായിക്കണമേ. I see this elderly woman. ഒരു പ്രായമുള്ള ഒരു സ്ത്രീയെ ഞാൻ കാണുന്നു. You've been telling the Lord, Lord, it's been a while since I have been in this marriage, but I don't find hope. നിങ്ങൾ ഇപ്രകാരം ചിന്തിക്കുന്നു, ദൈവത്തോട് പറയുന്നു, കർത്താവേ, ഈ വിവാഹബന്ധത്തിൽ ഞാൻ ആയിട്ട് അനേക സമയമായിരിക്കുന്നു, വർഷമായിരിക്കുന്നു, എന്നാൽ എനിക്ക് യാതൊരു ആശയമില്ല. I see this number 35. 35 എന്നുള്ള ഒരു നമ്പർ ഞാൻ കാണുന്നു. 35 years of marriage. 35 വർഷങ്ങളുടെ നീണ്ടുനിന്ന ഒരു വിവാഹ ജീവിതം. I don't think there's any more hope. ഇനിയും യാതൊരു ആശയം എനിക്കില്ല എന്ന് ചിന്തിക്കുന്നു. But Jesus wants you to know that I am the hope of glory. എന്നാൽ യേശു നിങ്ങളുടെ അറിവിലേക്കാണ് പറയുന്നു, യേശുക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയാകും. I will come and heal your relationship. ഞാൻ വന്ന് നിങ്ങളുടെ വ്യക്തിബന്ധത്തെ സൗഖ്യമാക്കും. I will help you to forgive. നിങ്ങളെ ക്ഷമിക്കുവാനായിട്ട് ഞാൻ സഹായിക്കും. I will help you to let go of those bitterness. ഒരു കയ്പിന്റെ അനുഭവം വിട്ടുകളയുവാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. Will you allow me to come into your life? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ തക്കവണ്ണം നിങ്ങൾ എന്നെ സഹായിക്കുമോ? I just feel in my heart there's someone who does not know Jesus. യേശുവിനെ അറിയാത്ത ആരോ എന്നെ കേൾക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. In fact, I feel there are 3 or 4 people. 3-4 പേർ. I just want to pray with you. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Father, I just want to pray for my brothers and sisters പിതാവേ, എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. who are at the verge of giving up life. കർത്താവേ, അവരുടെ ജീവിതത്തിൽ അവർ മടുത്തിരിക്കുന്നുവല്ലോ. I just want to release hope. കർത്താവേ, അവരുടെ ജീവിതത്തിൽ ഞാൻ പ്രത്യാശ പ്രഖ്യാപിക്കുന്നു. Jesus, will you not encounter them right now? യേശുവേ, ഇപ്പോൾ തന്നെ അവരുമായി ഇടപെടുകയില്ലയോ? Will you not release hope? അവരുടെ ജീവിതത്തിൽ ആശ നൽകുകയില്ലയോ? Meet with them. കർത്താവേ, അവരുമായി കണ്ടുമുട്ടണമേ. You are the miracle worker. അങ്ങ് അത്ഭുത മന്ത്രിയാകും. You are the hope അങ്ങ് ആശയുടേതായിട്ടുള്ള വക്താവാകും. in their season. കർത്താവേ, അവരുടേതായിട്ടുള്ള ഈ കാലത്തിൽ If you I just see this person who's been writing exams couple of times. ചില തവണകളായിട്ട് ചില പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു. You have written it at least 3 or 4 times. 3-4 തവണ നിങ്ങൾ ആ പരീക്ഷ എഴുതിയിരിക്കുന്നു. And you're feeling that you cannot do it any longer. ഇനിയും ഒരിക്കൽ പോലും എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. I want to release the strength of Jesus into your life right now. യേശുവിന്റെ ബലം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വരുമാറാകട്ടെ ഞാൻ കൽപ്പിക്കുന്നു. I just want to tell you that Jesus is your friend. യേശു നിങ്ങളുടെ സുഹൃത്താകുന്നു എന്ന് നിങ്ങളോട് പറയുന്നു. He will help you through your studies. നിങ്ങളുടെ പഠനത്തിൽ യേശു നിങ്ങളെ സഹായിക്കും. I just feel that you need to give this one more shot. ഇത് ഒരിക്കൽ കൂടെ നിങ്ങൾ ഈ പരീക്ഷ എഴുതണമെന്ന് ഞാൻ സെൻസ് ചെയ്യുന്നു. Just this one more time. ഒരിക്കൽ കൂടെ നിങ്ങൾ ശ്രമിക്കണം. The Lord is with you. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. Do not give up. നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. Do not lose hope. നിങ്ങൾ ഒരിക്കലും പ്രത്യാശയില്ലാത്തവരാകരുത്. Jesus is your strength. യേശു നിങ്ങളുടെ ബലമാകുന്നു. Father, right now I want to pray for every student that is studying. പിതാവേ, ഞാനിപ്പോൾ പഠനത്തിലായിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കുന്നു. I just want to pray hope and strength. അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ബലം, ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രത്യാശ വരുമാറാകട്ടെ. I just want to share the story of mine. I was a very average student. ഞാൻ എൻ്റെ കഥ പങ്കുവെക്കുന്നു. ഞാൻ വളരെ ഒരു ശരാശരി രീതിയിൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. But by God's grace, എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ I finished my education. എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പൂർത്തിയാക്കി. With good marks. നല്ല മാർക്കുകൾ കൊണ്ട്. I did an engineering. ഞാൻ എഞ്ചിനീയറിംഗ് ചെയ്തു. I had a good job. എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു. And I want you to know that the Lord is your hope. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയട്ടെ, യേശു നിങ്ങളുടെ പ്രത്യാശയാകും. He is with you. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. The Lord can bless you. ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയും. And I want to pray for you right now. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. Father, I want to pray for these children right now that are feeling hopeless in their examinations. പിതാവേ, അവരുടെ പരീക്ഷകളുടെ മധ്യേ നിൽക്കുമ്പോൾ ആയിരിക്കുമ്പോൾ കർത്താവേ, ഇവർക്ക് ആശയില്ലാതിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. I break that fear in Jesus' mighty name. ആ ഭയം യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഞാൻ തകർക്കുന്നു. Jesus is with you. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. Jesus is your strength. യേശു നിങ്ങളുടെ ബലമാകുന്നു. Father, bless them right now. പിതാവേ, അവരെ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ. With the ability to study. പഠിക്കുവാനുള്ള കഴിവിനാൽ. The ability to do well. നന്നായി ചെയ്യുവാനുള്ള കഴിവുകൊണ്ട്. I just see this person who's writing their medical examination, medical entrance. മെഡിക്കൽ എൻട്രൻസ് എഴുതുന്ന ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു. I want you to know, do not be afraid. നിങ്ങൾ ഭയപ്പെടരുതെന്ന് ഞാൻ നിങ്ങളോട് The പറയുന്നു. Holy Spirit is with you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. Do not give up. നിങ്ങൾ വിട്ടുകൊടുക്കരുത്. People might say all kinds of things, വ്യക്തികൾ എന്ത് വേണമെങ്കിലും but the പറയുമായിരിക്കാം. Holy Spirit is with you. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ. Father, I pray a blessing upon this person in Jesus' name. പിതാവേ, ഈ വ്യക്തിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Father, I want to thank you for this beautiful time. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് നന്ദി. I want to release the hope of Jesus. യേശുവിൻ്റെതായിട്ടുള്ള പ്രത്യാശ ഞാൻ ഇപ്പോൾ തന്നെ അയക്കുന്നു.
I want to release the presence of Jesus. ദൈവത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം ഇപ്പോൾ തന്നെ നിങ്ങളുടെ മധ്യം Wherever ഉണ്ടാകട്ടെ. your people are, Father, minister to them. നിന്റെ ജനം എവിടെയായിരുന്നാലും അവരോട് ഇടപെടുമാറാകണം. Break the lies of the enemy. പിശാചിൻ്റെതായിട്ടുള്ള നുണകളെ തകർക്കണമേ. Let them believe in Jesus, യേശുവിൽ വിശ്വസിക്കുവാൻ സഹായിക്കണം. the King of glory, മഹത്വത്തിൻ്റെതായിട്ടുള്ള രാജാവ്, the hope of glory, മഹത്വത്തിൻ്റെതായിട്ടുള്ള പ്രത്യാശ, with whom there is nothing impossible. അസാധ്യമായിട്ട് യേശുവിനൊന്നുമില്ലല്ലോ. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ തന്നെ. Amen. ആമേൻ. Have a hope-filled and a joyful week ahead. പ്രത്യാശ നിറഞ്ഞ സന്തോഷം നിറഞ്ഞതായിട്ടുള്ള ഒരാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. Amen. God bless you. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.